ഞാനൊന്ന് മൂത്രം ഒഴിക്കുകയായിരുന്നു. റോഡിൽ വിലങ്ങനെ ഇതിങ്ങനെ കൊണ്ടുവച്ചാലേ തനിക്ക് മൂത്രം വരുള്ളൂ. ഇവിടുത്തുകാരനാണോ താൻ? പെട്രോൾ ഒഴിച്ച് കത്തിക്കഴിഞ്ഞത് ആണോ? എങ്കിലത് അറിയാൻ തന്നെയാ ബൈക്ക് ഇവിടെ കൊണ്ടിട്ടത്. ഈ ബൈക്കിന്റെ സ്ഥാനത്ത് ഒരു മനുഷ്യനാണ് ഇങ്ങനെ വഴിമുടക്കി നിൽക്കുന്നതെങ്കിൽ ആ മനുഷ്യനെ താങ്കൾ പെട്രോൾ ഒഴിച്ച് കത്തിക്കും. മനുഷ്യനല്ല, ഏത് മഹാരാജാവാണെങ്കിൽ ഞാൻ കത്തിക്കും. എടോ, എന്റെ അടുത്ത് ഇഷ്ടം പോലെ പണണ്ടോ? അത് മുടക്കി വലിയൊരു വക്കീലിനെ ഏർപ്പാടാക്കി ഏത് കേസിന് ഞാൻ ഊരിപ്പോരും. താങ്ക്സ്. എനിക്ക് ഇത്രയും മാത്രമേ അറിയേണ്ടതുണ്ടായിരുന്നു. എനിക്ക് പോയിക്കോളൂ. നമുക്ക് കോടതിയിൽ വെച്ച് കാണാം. ഏത് കോടതിയില്? ആദ്യ സെഷൻസ്. അപ്പീൽ ഉണ്ടെങ്കിൽ ഹൈക്കോടതി, പിന്നെ അപ്പീൽ ഉണ്ടെങ്കിൽ സുപ്രീം കോടതി. താൻ എന്തൊക്കെയായി പറഞ്ഞത്? താൻ ആരാ? ഞാൻ ആരായാലും കുഴപ്പമില്ല. താങ്കൾ അടക്കാച്ചാണകം പങ്കുണ്ടി മേനോൻ തന്നെയാണല്ലോ. മനുഷ്യനെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നവനാണല്ലോ. തവളത്തലയുള്ള തന്റെ മോനെ കൊണ്ട് ശേഖരമേനോന്റെ മകളെ കല്യാണം കഴിപ്പിക്കാൻ താൻ ശ്രമിച്ചിരുന്നില്ലേ? ഓരോ തവണ കല്യാണം മുടങ്ങുമ്പോഴും ഈ ആവശ്യം പറഞ്ഞ് താൻ വീട്ടിൽ ചെന്നിരുന്നില്ലേ? ഒടുവിൽ തനിക്ക് മനസ്സിലായി ശേഖരമേനോൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് നടക്കില്ലെന്ന്. തന്റെ കയ്യിൽ ഇഷ്ടം പോലെയുള്ള പണം ഉപയോഗിച്ച് വാടക കൊലയാളികളെ കൊണ്ട് ശേഖരമേനോനെ താൻ കൊന്നു. ദൈവദോഷം പറഞ്ഞ തലയിൽ ഇടുത്തി വീഴ്ത്തട്ടെ. പോലീസുകാരുടെ തലയിൽ ഇടുത്തി വീഴാറില്ല. പ്രത്യേകിച്ച് എന്നെ പോലുള്ള സർക്കിൾ ഇൻസ്പെക്ടർമാരുടെ തലയാവുമ്പോ ഇടുത്തി എന്നല്ല ഒരു തേങ്ങ പോലും വീഴാൻ ഭയക്കും. സർക്കിൾ മേനോന്റെ ശവം താൻ എവിടെ ഒളിപ്പിച്ചു? എന്റെ പൊന്നു സാറേ, ഞാൻ ആളറിയാതെ പറഞ്ഞു പോയതാ പെട്രോളിക്കും കത്തിക്കുന്നൊക്കെ. അടിയിൽ എഴുതി കാണിച്ച ഓടുന്നവരെ ഞാൻ. സാർ എത്ര വണ്ടി വേണമെങ്കിൽ നടന്നോട്ട് കൊണ്ടിട്ടോളൂ. ഒന്നാമതിക്ക് അങ്ങോട്ടല്ല പോട്ട് പുറകോട്ടാ. വണ്ടി പുറകോട്ട് എടുക്കണോ? കോൺട്രാക്ടർ ഹരീന്ദ്രൻ? അതെ. പ്ലീസ്. പരാതി ഞാൻ വായിച്ചു. മിസ്റ്റർ ശേഖർമേനന്റെ മക്കളാണോ മൂന്നുപേരും? അതെ. പോലീസ് കാര്യമായൊന്നും ചെയ്തില്ല? ഇല്ല സർ. ചെയ്യില്ല. പ്രോഫിറ്റബിൾ കേസാണെന്ന് തോന്നിക്കാണില്ല. മിസ്റ്റർ ഹരീന്ദ്രൻ, ഞാൻ ഡൽഹിക്കാരനാ. നിങ്ങളുടെ സ്റ്റേറ്റിനെ സർവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്റ്റേറ്റ് അഫയേഴ്സിനെ ഞാൻ കുറ്റപ്പെടുത്താൻ പാടില്ല. ഇവിടെ എല്ലാം താറുമാറായി കിടക്കുകയാണ്. ആർക്കും ആരോട് ഒരു ഉത്തരവാദിത്വമില്ല. 99% കള്ളന്മാരാ. അങ്ങനെ ആയിപ്പോയി സർ. നേര് പറഞ്ഞാൽ താങ്കളെപ്പോലെ നോർത്ത് ഇന്ത്യൻ കേഡറിലുള്ള IAS ഓഫീസേഴ്സ് ആണ് ഞങ്ങൾക്ക് ഇപ്പൊ ആകെയുള്ള പ്രതീക്ഷ. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോകുന്നത്. ഇത് ഞാൻ നോക്കിക്കോളാം. വേണ്ടി വന്നാൽ ഔട്ട് ഓഫ് ദ വേ. ഐ മേക്ക് ദം ആക്ട് ഇമ്മീഡിയറ്റ്ലി. സങ്കടപ്പെടാതിരിക്കൂ കേട്ടോ. ഐ എം വിത്ത് യു ആൻഡ് യു ക്യാൻ കം ടു മീ അറ്റ് എനി ടൈം. അല്ലെങ്കിൽ ഒന്ന് ഫോൺ ചെയ്ത് അപ്പപ്പ എന്നോട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. താങ്ക് യു സർ. യു ആർ വെൽക്കം. കൊച്ചേ, ഇനി വന്നേ. ഉത്തരവാദിത്തമുള്ള ഒരു പോലീസ് ഓഫീസർ കേസ് അന്വേഷണം